ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കുടുംബസംഗമത്തിനൊറ്റ ഒരു ഇസ്ലാമിക പ്രസംഗമാണ്. ഇത് എഴുതിയെടുക്കേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രസംഗത്തിലോട്ട് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അതിയായ അനുഗ്രഹത്താൽ ഇന്ന് ഈ കുടുംബയോഗത്തിൽ ചില വാക്കുകൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു സംവിധാനമാണ് കുടുംബം. നല്ലൊരു സമൂഹത്തിൻ്റെ അടിസ്ഥാനം നല്ല കുടുംബമാണ്. വീട്ടിൽ സ്നേഹവും കരുണയും ദീനി ബോധവും ഉണ്ടെങ്കിൽ ആ കുടുംബം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ വീടാകും. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലതസ്കനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദ വറഹ്മ. നിങ്ങൾക്ക് സമാധാനം ലഭിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കരുണയും സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് പല വീടുകളിലും ചെറിയ കാര്യങ്ങൾക്ക് കൊണ്ട് പിണക്കങ്ങളും അകൽച്ചകളും ഉണ്ടാകുന്നു. ചിലപ്പോൾ വർഷങ്ങളോളം ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥ വരുന്നു. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് ദീനിൽ നിന്നുള്ള അകലം കൊണ്ടാണ്. വീട്ടിൽ ഖുർആൻ വായന കുറയുന്നു, നിസ്കാരത്തിലുള്ള ഇഖ്ലാസ് കുറയുന്നു. മൊബൈലും സോഷ്യൽ മീഡിയയും കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു. നമ്മുടെ വീടുകളെ നന്മയുടെ കേന്ദ്രമാക്കാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാൻ ശീലിക്കുക. മാതാപിതാക്കളോട് ശബ്ദമുയർത്തി സംസാരിക്കരുത്. കുട്ടികൾക്ക് അദബ് പഠിപ്പിക്കണം. വീടുകളിൽ ഖുർആൻ ഓതുക. ബന്ധുക്കളെ സഹായിക്കുകയും സന്ദർശിക്കുകയും ചെയ്യണം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും ഖൈറുക്കും അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും നല്ലവർ അവരുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. അതുകൊണ്ട് നല്ല മുസ്ലിമാകാൻ ആദ്യം നല്ല ഭർത്താവും നല്ല ഭാര്യയും നല്ല മകനും നല്ല പിതാവുമാകണം. പ്രിയ സഹോദരങ്ങളെ, പണം കൊണ്ടോ വലിയ വീടുകൾ കൊണ്ടോ കുടുംബസുഖം ലഭിക്കില്ല. സ്നേഹം, ദീൻ, പരസ്പര ബഹുമാനം ഇവയാണ് കുടുംബത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. നമുക്ക് നമ്മുടെ വീടുകളെ ദീനിൻ്റെ വെളിച്ചമുള്ള വീടുകളാക്കാം. കോപവും വൈരാഗ്യവും ഒഴിവാക്കി സ്നേഹവും കരുണയും വളർത്താം. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യവും ബർക്കത്തും നൽകട്ടെ. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന മക്കളാക്കി മാറ്റട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കുഞ്ഞ പ്രസംഗമാണ്. ഇത് വേണ്ടവർക്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.